എല്ലാവർക്കും സത്സംഗ ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അത്ഭുത ക്രിയയെ കുറിച്ചിട്ടാണ്. ആരും ഇതുവരെ പറയാത്ത, എന്നാൽ പലവരും എസ്പെഷ്യലി സ്പിരിച്വൽ ഇതിലുള്ളവർക്ക് കൂടുതലും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് അതീവ രഹസ്യമായിട്ടുള്ള, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതാണോ രഹസ്യം എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുക. ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് ഞാൻ കരുതുന്ന മാനിഫെസ്റ്റേഷൻ പ്രോസസ്സാണ് ഈ പ്രോസസ്സ്. ഞാൻ ഇതുവരെ ഇട്ടതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഈ പ്രോസസ്സാണ്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നമ്മൾ മനസ്സുകൊണ്ട് മനസ്സ് ശാന്തമാക്കി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ക്രിയയാണ്. ഇത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ അത് എഫക്റ്റാണ്. ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്? ബ്രഹ്മമുഹൂർത്തത്തിലാണ് ചെയ്യേണ്ടത്. ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറയുന്നതായിരിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സമയമാണ് അല്ലെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് രാവിലെ എഴുന്നേറ്റ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തം എന്നുള്ളത് ആ ഒരു സമയത്ത് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിരാവിലെ എന്നുള്ളൊരു സമയമുണ്ടല്ലോ, അതിരാവിലെ കുറച്ച് ആ ഒരു രാവിലെ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും പവർഫുൾ ആണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സന്ധ്യാസമയത്തും അതും ഭയങ്കര പവർഫുൾ ടൈമാണ്. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു സന്ധ്യാസമയത്ത് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ നിങ്ങൾ പൂജാ റൂമിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇത് മതപരമായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ബ്രഹ്മമുഹൂർത്ത ദിയ ക്രിയ എന്നാ പറയും. ദിയ എന്ന് പറഞ്ഞാൽ ലാമ്പ്, ചെറിയ ആ ഒരു ലാമ്പ് ഉണ്ടല്ലോ, ഈ ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇതിന് മതവുമായിട്ടോ ഒന്നും ബന്ധമില്ല. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ദിയ നിങ്ങൾ 5 ദിയ എടുക്കുക. 5 ദിയ മൺചിരാതില്ലേ, അതെടുക്കുക. അതിനുശേഷം എല്ലാ ദിവസവും നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേക്കുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുക, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ഇത് ചെയ്യാം. പക്ഷേ ഒരു കാര്യം, ഇത് ചെയ്യുമ്പോൾ ഏത് സമയത്താണോ നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ ഈ 5 ദിവസവും ചെയ്യണം. 5 ദിവസം എന്ന് വെച്ചാൽ 4 ദിവസം, ടോട്ടൽ 5 ദിവസം. അതേ സമയത്ത് ഈ ബാക്കിയുള്ള 4 ദിവസവും ചെയ്യണം. അത് പ്രധാനമാണ്. അതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മൺവിളക്കില് നമ്മൾ ഏതൊരു എന്താ പറയാ പവിത്രമായിട്ടുള്ള നമ്മൾ കരുതുന്ന ഒരു സ്ഥലത്ത് പോവുക. നമ്മുടെ വീട്ടിൽ അതൊരു റൂമാകാം, കുറച്ച് വൃത്തിയുള്ള സ്ഥലമായാൽ അതൊരു പൂജാ റൂമാകാം, ഒരു റൂമാകാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രയർ വായിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സ്ഥലമാകാം, നിങ്ങളുടെ ബാൽക്കണി ആകാം, എവിടെ വേണമെങ്കിലും ആവാം. അവിടെ നിങ്ങൾ ഇരിക്കുക, 5 വിളക്ക് കത്തിച്ചു വെക്കുക. നിങ്ങൾക്ക് ദൈവത്തിനെ രൂപത്തിൽ കാണുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ ചിത്രം അവിടെ വെക്കാം. ചിത്രത്തിന്റെ മുമ്പിൽ 5 വിളക്ക് കത്തിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ 5 വിളക്ക് കത്തിക്കുക. ആ ഒരു പരബ്രഹ്മത്തിനെ, നിരാകാരമായിട്ടുള്ള അരൂപിയായിട്ടുള്ള ബ്രഹ്മത്തിനെ സങ്കല്പിച്ച് 5 വിളക്ക് വെക്കാം. വിളക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ അവിടെ ആ ദൈവത്തിന് എന്നതുപോലെ കുറച്ച് പുഷ്പം സമർപ്പിക്കുക. വളരെ ഫീലിങ്ങോടുകൂടി സമർപ്പിക്കുക. ഹൃദയത്തിൽ നിന്നാണ് സമർപ്പിക്കേണ്ടത്, അല്ലാതെ വേറൊന്നുമല്ല. ഹൃദയത്തിൽ നിന്ന് സമർപ്പിക്കുക. ഈ പുഷ്പം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് സമർപ്പിക്കുക. അതിപ്പോൾ ഒരു പഴമാകാം, എന്ത് വേണമെങ്കിലും ആവാം. ഫ്രൂട്ട്സ് സമർപ്പിക്കാം. ഫ്രൂട്ട്സ് സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 108 തവണ നിങ്ങളുടെ മതപരമായിട്ടുള്ള, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ നാമം ചൊല്ലുക. അതിപ്പോ ഏത് നാമമാണ്. അപ്പൊ നിങ്ങൾ കൃഷ്ണനാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾക്ക് ഒരു മന്ത്രം അറിയില്ല, ജസ്റ്റ് വെറുതെ കൃഷ്ണ 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 കൃഷ്ണ. ആരാണോ, ഏത് മതത്തിലുള്ളവരാണോ നിങ്ങൾ, അത് 108 തവണ ചൊല്ലുക. നിങ്ങൾക്ക് 108ന്റെ മാലയൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ ചെയ്യാം.
എങ്ങനെയാണെങ്കിലും ആ 108 തവണ നമ്മൾ വളരെ ആദ്യം നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത് കണക്ഷനാണ്. ഈ കണക്ഷനിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാം. അപ്പോൾ ഈ കണക്ഷൻ വരാൻ വേണ്ടിയുള്ള ആദ്യത്തെ പടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് ഈ ക്രിയയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ സങ്കല്പങ്ങളൊന്നും ഇതിനകത്ത് അധികം ഇല്ല. അതിനുശേഷം ഈ 108 തവണ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണുകളടച്ച് എന്താണോ നമ്മളുടെ ആവശ്യം അത് വിഷ്വലൈസ് ചെയ്യുക. നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ അത് നടക്കുന്നതായി, അത് ആ സന്തോഷം എല്ലാം ഈ നിമിഷം അത് നടത്തി തരുന്നതായി ഫീൽ ചെയ്യുക, കാണുക, രുചിക്കുക, അനുഭവിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം അത് എത്ര നേരം വേണമെങ്കിലും നമുക്കത് ചെയ്യാം. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക, ദൈവത്തിനോട് നന്ദി പറയുക. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. വളരെ സിമ്പിൾ അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും പൈസ ചെലവുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ കോഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ അത് ചെയ്യുന്നതിന്? ഒന്നുമില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക, വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കുക. പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യാതിരിക്കുക, വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തു നോക്കുക. 5 ദിവസം ചെയ്യാം, വെറും 5 ദിവസം, തുടക്കം തൊട്ട് 5 ദിവസം ഇതൊന്ന് ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡഡ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനായിട്ട് അത്ര തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് അതിന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് വാതിലുകളും ദൈവം തുറന്നു തരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പിന്നെ നമ്മളല്ലേ പിന്നെ നമ്മളാണ് ഇവിടെ നടക്കേണ്ടത് അല്ലേ? വഴികാട്ടിയാണ് ഈശ്വരൻ, വഴികാട്ടിയാണ് ഗുരു. നടക്കേണ്ടത് നമ്മളാണ്. നമ്മൾ നടക്കാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പിന്നൊരു കാര്യമില്ല. ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ അതിനെ ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ അതിനെ ഉപയോഗിക്കാനായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ ഒരു 5 ദിവസം ചെയ്യുക. നമുക്ക് ഒരുപാട് നന്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ളവർക്കുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ഫ്രീ ക്ലാസ്സസും ഡൗട്ട് ക്ലിയറിങ്ങും എല്ലാം വരുന്നതാണ്. എല്ലാവർക്കും അത് ഉപയോഗപ്പെടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.